നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്ക് നേടാവുന്നത് പലതുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേടാൻ പറ്റാത്തതുമായും പലതുമുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ലഭിക്കാതിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നൽകുമ്പോൾ അത് നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, മറിച്ച് നൽകുന്നവന്റെ ദയ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിതത്തിൽ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ ആരും കൂടെയില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ തനിച്ചാക്കുവാൻ ഇഷ്ടപ്പെടാത്ത, എപ്പോഴും കൂടെയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദൈവത്തോട് ചേർന്നുള്ള വാസം നിങ്ങളുടെ ജീവിതയാത്ര വിജയകരമാക്കും. മാത്രമല്ല, ഈ ലോകത്തിൽ നാം നേടിയതും നമുക്കുണ്ട് എന്ന് നാം അഹങ്കാരപ്പെടുന്നതുമെല്ലാം ഒരു നാൾ ഈ ലോകത്തിൽ ഉപേക്ഷിച്ചിട്ട് നാം തനിയെ യാത്രയാകും എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളിലും കൂടെ ഉണ്ടാകുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്ത് വിജയകരമായ ഒരു ജീവിതം തരിക എന്നത് മാത്രമല്ല, നിത്യതയിലും ഈ ദൈവത്തോട് ചേർന്നുള്ള ഒരു വാസം സാധ്യമാക്കുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് നാം മറന്നുപോകല്ല. ഇതിന് നാം എന്താ ചെയ്യേണ്ടത്? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പ്രിയ ദൈവത്തിലെ, ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത് പ്രവൃത്തികൾ കൊണ്ട് സാധ്യമാകാതിരുന്നതിനെ ദൈവപുത്രനിലുള്ള വിശ്വാസം കൊണ്ട് ദൈവം സാധ്യമാക്കി തരികയാണ്. നമ്മുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ ജാതനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഈ ദൈവം നമ്മെ വഴി നടത്തുവാൻ മതിയായവനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ, അവിടെയെല്ലാം കാണുന്നത് ദൈവത്തോടുള്ള ആശ്രയവും ദൈവിക കൽപ്പനകളെ അനുസരിക്കുവാനുള്ള മനസ്സുമാണ്. പ്രവൃത്തികൾ കൊണ്ട് ഒന്നുകൊണ്ടും ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുവാൻ കഴിയാതിരുന്ന നമ്മെ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത്. നാം നിന്നേൽക്കേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു നിന്നേറ്റെങ്കിൽ, ഇന്ന് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, തീർച്ചയായും ദൈവിക പദ്ധതികളിലേക്ക് നാം ചുവടുകൾ വെക്കുകയാണ്. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3:16 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ ദൈവത്തിലെ, ഒരിക്കലും നാം നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ നീതീകരണവും രക്ഷയും സാധ്യമാകുമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന് കാൽവരി ക്രൂശിൽ യാഗമായി തീരേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ പാപമില്ലാത്തവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമായി തീർന്നുവെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നീതീകരണവും രക്ഷയും സാധ്യമായി തീരുകയും. ഈ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ നാം ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ വിശുദ്ധനാക്കി വിശുദ്ധയാക്കി മാറ്റിയിരിക്കുകയാണ്. നാം നശിച്ചു പോകരുത് എന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് വീണ്ടും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നാം തനിച്ചല്ല, എന്റെ കൂടെ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ, മുമ്പിലുള്ള സാഹചര്യങ്ങളെ കണ്ട്, പ്രശ്നത്തെ കണ്ട്, പ്രയാസത്തെ കണ്ട് ഒരിക്കലും നാം ഭയപ്പെടുകയല്ല, മറിച്ച് കൂടെയുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നാം സന്തോഷിക്കും. ദൈവിക നന്മ നാം നമ്മുടെ ജീവിത മേഖലകളിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, എന്നാൽ നേടുവാൻ ഒത്തിരിയുണ്ട്. പാപമോചനവും നിത്യജീവനും നമുക്ക് ലഭ്യമാകുന്നത് യേശുക്രിസ്തുവിലുള്ള ഈ വിശ്വാസത്തിലാണ്. ഈ ലോകത്തിൽ ഇതുവഴി നടക്കുക എന്ന് പറഞ്ഞ് നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യവും നടത്തിപ്പും നാം അനുഭവിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. ഒരു വിഷയത്തിന് മുമ്പാകെ കടന്നു വരുമ്പോ, ഒരു പ്രശ്നത്തിന് മുമ്പാകെ നാം എത്തിച്ചേരുമ്പോ, എല്ലാം തീർന്നു എന്ന് കൂടെ നിൽക്കുന്നവരെല്ലാവരും പറയുമ്പോഴും നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എങ്കിൽ ദൈവിക പദ്ധതികൾക്കായി ഈ ദൈവം നമ്മെ ഒരുക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്നു മുതൽ ജീവിതത്തിന്റെ നിയന്ത്രണം നാഥൻ ഏറ്റെടുക്കുകയാണ്. നമ്മെ ഉപദേശിച്ച് വഴി നടത്തുവാൻ, നമ്മെ പരിപാലിക്കുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കും. യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുന്ന നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ മാറുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ മകനും മകളുമായി നിങ്ങൾ മാറ്റപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് പ്രിയദൈവത്തിലെ നിങ്ങൾ തിരിച്ചറിയും. ദേശങ്ങൾക്ക് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാനാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് മറന്നുപോകില്ല. കരഞ്ഞ് നിലവിളിച്ച് എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് തീരണമെന്ന് പല സമയങ്ങളിലും പറയുന്ന നിങ്ങളെ ഈ ദൈവം കണ്ടിട്ട് പറയുകയാ, നിങ്ങളെ വിജയകരമായി വഴി നടത്തുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ദൈവം ശക്തനാ. ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. എല്ലാറ്റിന്റെ മേലും നിയന്ത്രണമുള്ള ദൈവം കൂടെയുള്ളപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാ, രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്നവനാ ഈ ദൈവം. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഇന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്,
നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ദൈവമുണ്ട്. കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ജീവിതയാത്ര സുഗമമാകുകയാണ്. അതേ പ്രിയ ദൈവത്തിലെ, ദേശങ്ങളുടെ നടുവിൽ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കൂടെയുള്ളവരാരുമല്ല നിങ്ങളുടെ നാളെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഒരു നാശമായി തീരുവാൻ, നിങ്ങൾ ഒരു തോൽവിയായി തീരുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പ് പറയാം. നിന്ദിക്കുന്നവരുടെ മധ്യേ മാനിക്കുന്ന ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. സകല സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോഴും നിങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടും. അതെ, എന്നെ കൊണ്ട് പറ്റുകയില്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങളെ എക്വിപ്പ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ജീവിതയാത്രയിൽ ഒരു തോൽവിയാകാനല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. ജീവിതയാത്രയിൽ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വായ്പ വാങ്ങുകയില്ല, നിങ്ങൾ വായ്പ കൊടുക്കുന്നവരായി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ സംഭവിക്കുമെന്നല്ലേ? ദൈവവചനത്തിലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറയാൻ തുടങ്ങുന്ന പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ വ്യത്യാസം അനുഭവിക്കാൻ തുടങ്ങും. വലിയ ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതെ, രാജാതിരാജാവും കർത്താവുമായ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള സകല വിഷയങ്ങളെക്കാളും ഈ യേശു വലിയവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരികയാണ്. ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൽ ഇവർ വിശ്വസിക്കുന്നത് കൊണ്ട് ഇന്നു മുതൽ ഇവരുടെ ജീവിത മേഖലകളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ. നിന്ദിക്കുന്നവരുടെ മധ്യേ മാനിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പ്രവൃത്തിയും ഇവർ അനുഭവിച്ചറിയട്ടെ. അപ്പാ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകല മനോമഹത്വം അങ്ങേക്ക്, സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് യേശുവിന്റെ കരുതൽ നിങ്ങൾ അനുഭവിക്കും. യേശു ക്രിസ്തുവിന്റെ സ്നേഹവും കരുതലും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ, നിങ്ങളുടെ കുടുംബ മേഖലകളിൽ എല്ലാം അനുഭവിക്കുക തന്നെ ചെയ്യും. തീർന്നു എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് തന്നെ നിങ്ങളിൽ ഒരു പണി ദൈവം തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ആരൊക്കെ വാക്കുമാറിയാലും വാക്കുമാറാത്ത ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവിക മഹത്വം നിങ്ങൾ കാണും. നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും. അതെ, നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.